നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് നാദാപുരമാണ്. രാജേഷ് ഏട്ടാ, അങ്ങ് അറിഞ്ഞു കാണുമല്ലോ, ശബരിമലയിൽ ഇനി ഓഫർ മഴയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ശബരിമലയിൽ വിവിധ കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നവർക്ക് സൗജന്യ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്ന പ്രിവിലേജ് കാർഡുകൾ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പല ഓഫറുകളിലൂടെ സംഭാവന കെങ്കേമമാക്കുകയാണ് ഇവിടെയൊക്കെ ലക്ഷ്യം. ശബരിമല ദർശനം പതിറ്റാണ്ടുകളായി സമത്വത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായി നിലകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ സ്ഥാനമോ സമ്പത്തോ നോക്കാതെ സ്വാമി ശരണം വിളിയോടെ കല്ലും മുള്ളും കാലിനും എത്തിയാക്കി മല ചവിട്ടിക്കയറുന്നത് ഒരു അനുഭവം തന്നെയാണ്. ആ മഹത്വം എന്നാൽ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ മല പ്രിവിലേജ് കാർഡ് പദ്ധതിയിലൂടെ വിപണിയുടെ മാളമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് ഹിന്ദു വിശ്വാസ പ്രേക്ഷകരോട്? ഏവർക്കും നമസ്കാരം. നമ്മുടെ നാടുകൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അയ്യപ്പ സംഗമം. ശബരിമലയിൽ അയ്യപ്പന്മാരുടെ ഒരു മഹാസംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ സർക്കാർ പലതരം ഓഫറുകളുമായിട്ട് ഈ ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലെ മൊബൈൽ കമ്പനിക്കാരും TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ വെക്കുന്ന ആളുകളൊക്കെ ഒരു ഓഫറുകൾ നൽകാറുണ്ട്. ഇതുപോലെ പ്രിവിലേജ് കാർഡുകൾ, ഭണ്ഡാരത്തിൽ കൂടുതൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹൈന്ദവ സമൂഹത്തെ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യാം എന്നതിന്റെ പുതിയൊരു വേർഷനാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമവും അതിനോടനുബന്ധിച്ച ഈ പറയുന്ന ഓഫറുകളുടെ പെരുമഴയും എല്ലാം തന്നെ. ആദ്യം നമ്മൾ അയ്യപ്പ സംഗമത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു സ്വാമിയോട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. നമ്പർ 1, ആരാണ് ഇത് വിളിച്ചു ചേർക്കുന്നത്? നമ്പർ 2, ആരെയാണ് വിളിക്കുന്നത്? നമ്പർ 3, എന്തിനാണ് വിളിക്കുന്നത്? ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു വിഷയത്തിലും, ഇതിൽ മാത്രമല്ല ഒരു വിഷയത്തിലും നമ്മളെ ആളുകൾക്ക് പറ്റിക്കാൻ കഴിയില്ല. ഒന്നാമത്തേത്, ആരാണ് അയ്യപ്പ സംഗമം വിളിക്കുന്നത്? പിണറായി വിജയൻ സർക്കാരാണ്. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ശബരിമലയിൽ അയ്യപ്പ സംഗമം വിളിക്കുന്നു, ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആകുവാൻ ഓടി നടക്കുന്നു എന്നത് അവന്റെ ഗതികേട് കൊണ്ടാണ്. അതായത് കമ്മ്യൂണിസം ഒരിക്കലും മതങ്ങളെ അംഗീകരിച്ചിട്ടില്ല, ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. റിലീജിയൻ ഇറ്റ് ഈസ് ഓപ്പിയം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ച മാർക്സിന്റെ എംഗൽസിന്റെ ഒരു കമ്മ്യൂണിസം ആണ് അവർ പിന്തുടരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് തെറ്റാണ്. കമ്മ്യൂണിസ്റ്റുകൾ മതവിശ്വാസികളുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പാടില്ല. ഒരു മതവിശ്വാസിയുടെ സമ്മേളനവും അവർ വിളിച്ചു ചേർക്കരുത്. കാരണം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. ഇതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ നിൽക്കുന്ന ഒരാൾ അയ്യപ്പന്മാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ അയ്യപ്പൻ സ്വാമി മനസ്സിലാക്കുക അതിലെന്തോ ദുരുദ്ദേശമുണ്ട്. അവൻ വിളിക്കുന്നവൻ ഒട്ടും യോഗ്യരായിട്ടുള്ള ആളുകളല്ല. ഇത് വിളിച്ചു ചേർക്കുവാൻ ഒരു തരത്തിലുള്ള ധാർമ്മികമായ അർഹതയും അവർക്കില്ല. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ, ഹിന്ദു ഏകതയുടെ കേന്ദ്രമായ, പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും കമ്മ്യൂണിസ്റ്റ് സാധാരണക്കാരനും എല്ലാം ഒന്നിച്ച് സഞ്ചരിക്കുവാൻ കഴിയുന്ന ശബരിമലയെ തകർക്കുവാൻ 2018 ഇതേ പിണറായി വിജയൻ സർക്കാർ നടത്തിയ പരിശ്രമം ഹിന്ദുക്കൾ മറന്നു പോകരുത്. ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ അരണകളെ പോലെയാണ്, അപ്പം മറന്നുപോകും എല്ലാ കാര്യങ്ങളും. 2018 ചില മുദ്രാവാക്യങ്ങൾ, ചില വെല്ലുവിളികൾ ഒക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകണം. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ സന്യാസിമാരെ അധിക്ഷേപിച്ചത്, തന്ത്രിമാരെ അധിക്ഷേപിച്ചത്, 2018 ഓഗസ്റ്റ് മാസം വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ശബരിമലയിൽ പോകുവാൻ സ്വാമിമാർക്ക് കഴിയാത്തത് കൊണ്ട് അയ്യപ്പൻ മാളികപ്പുറത്ത് അമ്മയെ കല്യാണം കഴിച്ചു. നോക്കൂ, അമ്മ എന്ന ഭാവത്തിലാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ആ അമ്മയെ അയ്യപ്പൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് സ്വരാജിന്റെ പാർട്ടി ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ വിളിക്കുന്നവൻ ആരാണ്? ഈ കാര്യം കൃത്യമായിട്ട് അയ്യപ്പൻ സ്വാമിമാര് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം ഇതാണ്, ആരെയാണ് വിളിക്കുന്നത്? ശബരിമലയിൽ പോകുന്ന സ്വാമിമാരെയാണ് വിളിക്കുന്നത്. ശബരിമലയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് 5 വിശ്വാസങ്ങൾ ആവശ്യമുണ്ട്. 1, പരമേശ്വരനിൽ വിശ്വസിക്കണം. 2, മഹാവിഷ്ണുവിൽ വിശ്വസിക്കണം.
മൂന്ന്, ഈ രണ്ട് ശക്തി ചൈതന്യത്തിൽ നിന്നും മണികണ്ഠൻ ഭുജാതനായി എന്ന് വിശ്വസിക്കണം. നാല്, പന്തള രാജാവിന്റെ മകനായി വളർന്ന അയ്യപ്പന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ശബരിമലയിലെ ക്ഷേത്രം എന്ന് വിശ്വസിക്കണം. അഞ്ചാമത്തതും പരമപ്രധാനവുമാണ് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് വിശ്വാസം. ഈ അഞ്ച് വിശ്വാസം പിണറായി വിജയനുണ്ടോ? ഈ അഞ്ച് വിശ്വാസം ഗോവിന്ദ മാഷക്കുണ്ടോ? ഈ അഞ്ച് വിശ്വാസം സ്വരാജിനുണ്ടോ? ഇല്ല. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, ശബരിമലയെ തകർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. രഹന ഫാത്തിമയെ ശബരിമലയിൽ കൊണ്ടുപോയി. രഹന ഫാത്തിമയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടോ? രഹന ഫാത്തിമ ഹിന്ദു ആണോ? അപ്പൊ ഇസ്ലാം മത വിശ്വാസിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ചുംബന സമരം നടത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയെയും കൊണ്ട് ശബരിമലയിൽ പോയ കാര്യം ഹിന്ദുക്കൾ മറന്നുപോയോ? കേവലം 7 വർഷം കൊണ്ട് മറക്കുവാൻ കഴിയുന്നതാണോ ഈ കാര്യങ്ങളൊക്കെ? എപ്പോഴും അയ്യപ്പന്മാർ പരസ്പരം ചോദിക്കുക, മനസാക്ഷിയോട് ചോദിക്കുക. ശബരിമലയെ തകർക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ എത്ര സ്വാമിമാർക്ക്, ഗുരുസ്വാമിമാർക്ക് ആത്മാഹുതി നടത്തേണ്ടി വന്നു. ആ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന ഒരാൾ വിളിക്കുന്ന സമ്മേളനത്തിൽ പോകുമ്പോൾ ഞാൻ അയ്യപ്പന്റെ ഭക്തനാണെന്ന് പറയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളിലുള്ള പരമമായ വിശ്വാസം ആവശ്യമുണ്ട്. അപ്പോ വിളിക്കുന്നത് ഹിന്ദു വിരുദ്ധരാണ്, വിളിക്കുന്നത് വിശ്വാസിയായ ഹിന്ദുവിനെയാണ്. ഇനി മൂന്നാമത്തത്, എന്തിനാണ് വിളിക്കുന്നത്? അത് വളരെ രസകരമാണ്. 950 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം ഇതായിരുന്നു: അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ. പിന്നെ പല മുദ്രാവാക്യങ്ങളും കേരളത്തിൽ പിറന്നു. അതിൽ പ്രധാന മുദ്രാവാക്യങ്ങളെല്ലാം ഹിന്ദു വിരുദ്ധ കമ്മ്യൂണിസ്റ്റുകളുടേതായിരുന്നു. അല്ലയോ ഹിന്ദു, നീ എന്തിനു വേദങ്ങൾ പരതുന്നു, ചിതലുണ്ടോ എന്നറിയാം. ഗുരുവായൂർ അമ്പലം പൊളിച്ചവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും. അപ്പൊ അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾ അത് വിശ്വസിച്ചു. ഹിന്ദുക്കളെ പറ്റിക്കുവാൻ എല്ലാ കാലത്തും കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. കാരണം ഇസ്ലാമിന്റെ, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൽ ഒന്ന് തൊടുവാൻ അന്നും ഇന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൂംബ നൃത്തം വെള്ളത്തിൽ വരച്ച വര പോലെയായി. സ്കൂളിന്റെ സമയമാറ്റം വലിയ ഡയലോഗൊക്കെ ആയിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടേത്. പക്ഷെ കാന്തപുരം ഉസ്താദിന്റെ കാൽക്കലിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിച്ചു, സമയമാറ്റമൊക്കെ അങ്ങയോട് ചോദിച്ചിട്ട് മാത്രം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഹിന്ദുവിനെ എക്കാലത്തും പറ്റിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. എന്നാൽ മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൽ തൊട്ടുകളിക്കുവാൻ കഴിഞ്ഞില്ല. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് കോളേജിൽ ഞങ്ങളെല്ലാം പഠിപ്പിച്ചു. അതായത് ഹിന്ദു വിരുദ്ധമായ കമ്മ്യൂണിസത്തിന്റെ പ്രചരണം ഹിന്ദുക്കളെ അവിശ്വാസികളാക്കി മാറ്റി. അമ്പലങ്ങൾ മുഴുവൻ കാടുകയറി മുടിഞ്ഞു. ആ അമ്പലത്തിലേക്കാണ് 960 കാലഘട്ടത്തിൽ RSS കടന്നു ചെന്നത്. ചെത്തി വൃത്തിയാക്കി അമ്പലത്തിൽ അവൻ തിരിതെളിയിച്ചു. അപ്പോൾ മുദ്രാവാക്യമുണ്ടായി: അന്തിക്കമ്പലമുറ്റത്ത് 6 അടി മുള്ളവടി കുറുവടി ഏന്തി കവാത്തു ചെയ്യും RSS. എന്നാൽ 980 ആയപ്പോഴേക്ക് ജീർണിച്ച ക്ഷേത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഹിന്ദുക്കൾ പുനർനിർമ്മിക്കുവാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാരന്റെ മുദ്രാവാക്യം കൊണ്ട് കാട് പിടിച്ചു പോയ ക്ഷേത്രങ്ങൾ വിശ്വാസികൾ തിരിച്ചു പിടിച്ചു. 2000 ആയപ്പോഴേക്ക് ജീർണിച്ച ക്ഷേത്രങ്ങൾ ഇല്ലാതെയായി. ഈ 2025 ഇന്ന് കാട് പിടിച്ചു കിടക്കുന്ന, അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരൊറ്റ അമ്പലം നമുക്ക് കേരളത്തിൽ കാണിക്കാൻ കഴിയില്ല. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ മത്സരിച്ച് ശബരിമല കയറിക്കൊണ്ടിരിക്കുക. ഇത് RSSന്റെ വിജയമാണ്. ഇത് ഹിന്ദുക്കളുടെ വിഷയമാണ്. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അവൻ. ശബരിമല കയറുവാനുള്ള പരിശ്രമത്തിലാണ് അവൻ. ഗണേശോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെ നടത്താമെന്ന് റിസർച്ച് ചെയ്യുകയാണ്. തന്റെ പാർട്ടിയെ വളർത്തണമെന്ന ദുരുദ്ദേശം ഇതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും 1ാം ഘട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ദുരുദ്ദേശത്തെ തിരിച്ചറിയണം. സതുദ്ദേശത്തിലാണ് അയ്യപ്പ സംഘം വിളിച്ചതെങ്കിൽ നമ്മളെല്ലാം അതിന്റെ ഭാഗമാക്കാവാം. പക്ഷെ അതിൽ ദുരുദ്ദേശമുണ്ട്. 200 കോടി രൂപ ഡെയിലി കടമെടുത്ത് മുന്നോട്ട് പോകുന്ന 6 ലക്ഷം കോടി രൂപയുടെ കടക്കെണിയിൽ പെട്ടുപോയ ഒരു നാടാണ്. ഇവിടെ കടമെടുക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയോടും കേന്ദ്ര സർക്കാരോടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. കടമെടുക്കുന്ന പണം ശമ്പളത്തിനും പെൻഷനും കടമെടുത്തതിന്റെ പലിശ അടക്കുവാനും ഉപയോഗിക്കുന്നു 92%. 8% കൊണ്ട് ക്ഷേമ പെൻഷൻ. അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ. നമ്മുടെ റോഡുകളുടെ സർക്കാർ നിർമ്മിക്കേണ്ടത്, കേരള സർക്കാർ നിർമ്മിക്കേണ്ട, ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നോക്കൂ നിങ്ങൾ. ആശാ വർക്കേഴ്സ് എത്രയോ ദിവസങ്ങളായി സമരം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൊടുക്കുന്ന 7500 8000 രൂപയിൽ ഉണ്ടാകുന്ന ചെറിയ വർധനവ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോഴാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഘം വിളിക്കുന്നത്. എന്താണ് ആവശ്യം? ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി എന്താണ്? ഒറ്റ പ്രസക്തിയുള്ളൂ. അത് ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ടതല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ അയ്യപ്പന്റെ ആളുകളാണ്, ഞങ്ങൾ ശബരിമലക്കെതിരല്ല, ഞങ്ങൾ ഇനി രഹന ഫാത്തിമയും കൊണ്ട് അങ്ങോട്ട് വരില്ല, കനകദുർഗയും ബിന്ദുവായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഹിന്ദുവിനെ ബോധിപ്പിക്കുവാനുള്ള ഒരു ചതിയാണ്. അത് ഹിന്ദുക്കൾ തിരിച്ചറിയണം. നമ്മളോടുള്ള സ്നേഹമോ നമ്മളോടുള്ള ആത്മാർത്ഥതയോ ഒന്നുമല്ല, ഇത് വോട്ട് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു ചതിയാണ് എന്ന് ഹൈന്ദവ സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ജാഗ്രതയോടുകൂടി നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളെ, നമ്മുടെ ശബരിമലയോടുള്ള വെല്ലുവിളിയെ, രഹന ഫാത്തിമയെ കയറ്റുവാൻ വേണ്ടി 300 പോലീസുകാരെ വിട്ട് കയറ്റിയതിന്റെ രംഗം, അതുപോലെ കനകദുർഗയും ബിന്ദുവിനെയും ആംബുലൻസിൽ കയറ്റി ചാക്കുകെട്ടിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ശബരിമലയുടെ പിറകിലൂടെ കൊണ്ടുപോയിട്ട് ഇതാ ശബരിമലയുടെ വിശ്വാസത്തെ ഞങ്ങൾ ഇതാ തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ വെല്ലുവിളി, അയ്യപ്പന്റെ കല്യാണം നടത്തിയ സ്വരാജിന്റെ വെല്ലുവിളി, ഇതൊന്നും എളുപ്പത്തിൽ മറന്നു പോകരുത് എന്നെന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ജനതയോട് സാദരം ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും അങ്ങയുടെ വാക്കുകളിൽ വ്യക്തമാണ്, അയ്യപ്പനെ വിലക്കി വിൽക്കുന്ന നീക്കം അനുവദിക്കാനാവില്ല. അയ്യപ്പന്മാരെ പണം നോക്കി തരംതിരിക്കുന്നു. ഇതെന്ത് തെമ്മാടിത്തരം! അയ്യപ്പനെ വിൽക്കാൻ കൂട്ടുനിൽക്കുകയാണോ ഈ പറയുന്ന കമ്മ്യൂണിസം? പണമുള്ളവൻ പിണറായിക്ക് മാസപ്പടി കൊടുത്തോളൂ, ഞങ്ങൾക്ക് അതിൽ ആക്ഷേപമില്ല. പക്ഷേ ശബരിമലയിലെ VIP ആകാമെന്ന് കരുതി ആരും പണം മുടക്കേണ്ട, അത് നടക്കില്ല. വ്രതമെടുത്ത് കെട്ടെടുത്ത് വരുന്ന എല്ലാ അയ്യപ്പന്മാരും VIP ആണ്. ഡയമണ്ടും പ്ലാറ്റിനവും പൊക്കി ആരും അങ്ങോട്ട് വരണ്ട. പിണറായിയുടെയും വാസവിന്റെയും വീട്ടിൽ VIP പരിഗണന കിട്ടുമായിരിക്കാം, ശബരിമലയിൽ നടക്കില്ല. പണം കണ്ടാൽ പിണവും പിണറായിയും ചിരിച്ചേക്കും, പക്ഷെ അയ്യപ്പൻ ചിരിക്കില്ല. അയ്യപ്പൻ അത്താഴ പക്ഷിക്കാരൻ്റേത് കൂടിയാണ്. ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്നും സർക്കാർ ഇപ്പോഴേ പിന്മാറുന്നതാണ് അതിന്റെ ബുദ്ധി. നാളെ VIP ചമഞ്ഞു വരുന്ന അഴകിയ രാവണന്മാരെ വലിച്ചു പുറത്തിടേണ്ട പണി ഭക്തർക്ക് കൊടുക്കരുത്. ശബരിമലയെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയവർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്നതിനർത്ഥം കുറുക്കന്മാർ കോഴി സംരക്ഷണ കാരുണ്യ സമ്മേളനം നടത്തുന്നു എന്നതുപോലെയാണ്. 2018 ഒരു ഹിന്ദുവും മറന്നിട്ടില്ല. അത് ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി രാജേഷ് ചേട്ടാ.